മയക്കുമരുന്ന് വ്യാപന നിരോധന നിയമപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി ഒരു വനിതാ തടങ്കലിൽ ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ നിഖിലയാണ് അറസ്റ്റ് ചെയ്തത്. ലഹരി കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, എത്ര കേസുകളിലാണ് നിഖില പിടിയിലായിട്ടുള്ളത്? ഏതായാലും നേരത്തെ 1.6 കിലോഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചതിന് നിഖിലയെ എക്സൈസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ നിഖിലയെ പിന്നീട് വീണ്ടും മെത്താഫിറ്റമിനുമായി പിടികൂടിയായിരുന്നു. ഇതോടുകൂടിയാണ് കർശനമായ നടപടികൾ നിഖിലയ്ക്കെതിരെ സ്വീകരിക്കാൻ നടപടികൾ തുടങ്ങിയത്. ഇതിനിടയിൽ നിഖില ബാംഗ്ലൂരുവിലേക്ക് കടന്നു. ബംഗളൂരുവിലെ മടിവാളയിൽ രഹസ്യ കേന്ദ്രത്തിൽ താമസിച്ചു വരികയായിരുന്നു. ഇവിടെ വെച്ചാണ് എക്സൈസും പോലീസും കേരള ATSന്റെ കൂടി സഹായത്തോടു കൂടി നിഖിലയെ പിടികൂടിയത്. കർശന നടപടികളിലേക്ക് കടക്കാൻ നേരത്തെ ആഭ്യന്തര വകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം നിരന്തരമായി ഇത്തരം കേസുകൾ ഈ പറഞ്ഞതുപോലെ ബുള്ളറ്റിൽ സഞ്ചരിച്ച് ബാംഗ്ലൂരുവിൽ എത്തുന്നു. അവിടെ നിന്ന് മയക്കുമരുന്ന് വാങ്ങി തിരിച്ച് നാട്ടിലെത്തി ബുള്ളറ്റിൽ കറങ്ങി തന്നെ നാട്ടിൽ പലയിടങ്ങളിലായി വിൽപ്പന നടത്തുന്നു. ഇതൊരു സ്ഥിരം കൂടിയാണ് കർശന നടപടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയത്. ഓക്കെ നിഖിൽ, ശരി, വ്യക്തമാണ്. സ്ഥിരമായി മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നവർക്കെതിരായിട്ടുള്ള കരുതൽ തടങ്കൽ നിയമപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി അറസ്റ്റിലായിരിക്കുന്ന വനിതയാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ നിഖില.